ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നെഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി അച്ചാറാണ്, ലൂബിക്ക അച്ചാർ. ഇപ്പോൾ ലൂബിക്കയുടെ സീസൺ ആണല്ലോ, അപ്പം ലൂബിക്ക ഉള്ളവരെല്ലാം ഇതുപോലെ ഒന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് വേണ്ടി 250 ഗ്രാം ലൂബിക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 പീസായി കട്ട് ചെയ്താണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചുവന്ന നെല്ലിക്ക എന്നാണ് പറയുക. അപ്പോൾ അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുക്കണം. ഇനി ഉലുവയും കടുകൊക്കെ ഒന്ന് പൊട്ടി വരണം. ഇനി നമുക്ക് ഇതിലേക്ക് 4 വറ്റൽമുളക് 2ആയി മുറിച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു വെളുത്തുള്ളി 2ആയി കട്ട് ചെയ്തെടുത്തതാണിത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞതാണ്, ഇതും കൂടി ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് വട്ടത്തിൽ ചോപ്പ് ചെയ്തെടുത്തതാണ്, ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായി ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. എണ്ണ നന്നായി തെളിഞ്ഞു വരണം. ഇപ്പൊ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി വിനാഗിരിയും മസാലയൊക്കെ നന്നായി ഒന്ന് യോജിച്ച് വരണം. അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് ഈ ലൂബിക്ക അച്ചാർ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പം നമുക്കിനി ഇതിലേക്ക് ലൂബിക്ക ഇട്ട് കൊടുക്കണം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ലൂബിക്കയും ഉപ്പും കൂട്ടി തിന്ന് നടന്നിരുന്ന ചെറുപ്പകാലം ഉണ്ട്, അതൊക്കെ ഓർക്കുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1/2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ചൂടുവെള്ളമാണ്. ലൂബിക്ക നല്ല പുളിയാണല്ലോ, അപ്പോൾ നമ്മൾ വിനാഗിരിയും ചേർത്തിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുളി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം. അത് വിചാരിച്ച് നമ്മുടെ അച്ചാർ പെട്ടെന്ന് ചീത്തയായി പോകുന്നില്ല. നമ്മൾ വിനാഗിരിയൊക്കെ ചേർത്തിട്ട് തന്നെയാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ പെട്ടെന്ന് അച്ചാർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അച്ചാറും പൊടി യൂസ് ചെയ്ത് അച്ചാർ ഉണ്ടാക്കിയെടുത്താൽ മതി. പക്ഷെ ഞാൻ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് അച്ചാർ ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ അതിനാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നല്ലവണ്ണം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് വാങ്ങി വെക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇനി ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.